അൻവർ ആരോപിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് ഇതാണ്. ഇവിടെ ഇത് മാത്രമല്ല, മറ്റൊരു സ്ഥലം കൂടി ADGP അജിത് കുമാർ ഇവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ കുറച്ച് ഉൾവശത്ത് നമ്മൾ വേറൊരു സ്ഥലം അവിടെ നമ്മൾ പോയിരുന്നു. അവിടെ 25 ലക്ഷം രൂപയാണ് സെന്റിന് ഇപ്പോൾ പോട്ട് തിരിച്ച് വിൽക്കുന്നത്. അതിന് മുൻപുള്ള സ്ഥലമാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ കവടിയാർ കൊട്ടാരത്തിന്റെ പിൻവശമായി വരും. ഗോൾഫ് ക്ലബിന്റെ വശത്തുകൂടി വരുമ്പോൾ ശാസ്താമംഗലത്തേക്ക് പോകുന്ന വഴിയിൽ ആ സ്ഥലത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അവിടെയാണ് ഇത്തരമൊരു വീട് അജിത് കുമാർ നിർമ്മിക്കുന്നത്. ഇത് തന്നെയാണ് അൻവർ ആരോപണമായി ഉന്നയിച്ച സ്ഥലം. ആ സ്ഥലത്ത് നിർമ്മാണം നടക്കുന്നു. ഇവിടെ വീടിന്റെ പ്രാരംഭ പണികൾ മാത്രമാണ് നടക്കുന്നത്. ഇത് ഭൂമിക്കടിയിലേക്ക് ഒരു 1-2 നില ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണ് താഴേക്ക് ഫൈലിംഗ് നടത്തിയാണ് നിർമ്മിക്കുന്നത്. അതിന്റെ നിർമ്മാണ പ്രാരംഭ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അദ്ദേഹം IPSലെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ്. സ്വാഭാവികമായും ഇവിടെ ഈ ഭാഗങ്ങൾ വീട് വയ്ക്കുന്ന അത്ര ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സാമ്പത്തികമായൊക്കെ വലിയ മെച്ചമുള്ള ആളുകളും തന്നെയാണ്. പക്ഷേ ഈ സ്ഥലത്ത് ഈ ഭൂമിയുടെ വിലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 25 ലക്ഷം രൂപ ഇതിന്റെ പിൻവശം, ഏതാണ്ട് ഇവിടെ നിന്ന് പുറകിലേക്ക് പോകുന്ന ആ സ്ഥലത്ത് 25 ലക്ഷം രൂപ സെന്റിന് ആ രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനം ഭൂമിയുടെ വിലയുള്ളത്. ആ സ്ഥലത്താണ് അതുപോലെ സ്ഥലത്താണ് സംസ്ഥാന പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. ആ സ്ഥലത്തിന്റെ ഏറ്റവും പ്രത്യേകത തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് കുറച്ചുകൂടി പോകാനാകും. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ ഈ കെട്ടിടം നിർമ്മാണം നടക്കുന്ന സ്ഥലത്തുള്ളതാണ്. ഈ റോഡ് കാണുമ്പോൾ സ്വാഭാവികമായും ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം, വിലയൊക്കെ നമുക്ക് മനസ്സിലാകും. അവിടേക്ക് കൂടി നമുക്ക് പോകാനാകുമെന്ന് കരുതുന്നു. അതായത് കവടിയാർ നിന്ന് ഗോൾഫ് ക്ലബ്ബ് ഇപ്പോൾ സായി ഏറ്റെടുത്ത് നടത്തുന്ന സായിയുടെ ട്രെയിനിങ് സെന്റർ കൂടിയാണ്. ആ ഗോൾഫ് ക്ലബ്ബാണ് ഇതിന്റെ എതിർവശത്ത്, ഈ കെട്ടിടത്തിന്റെ അല്ലെങ്കിൽ കെട്ടിടം നിർമ്മിക്കുന്ന ഭൂമിയുടെ എതിർവശത്തുള്ളത് ഗോൾഫ് ക്ലബ്ബാണ്. ആ ഗോൾഫ് ക്ലബിന്റെ നേരെ പിൻവശത്ത് നിന്ന് ശാസ്താമംഗലത്തേക്ക് മറ്റും പോകുന്ന വഴിയിലാണ് ഈ സ്ഥലം, അജിത് കുമാറിന്റേതെന്ന് പറയുന്ന ആ സ്ഥലം ഉള്ളത്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലുള്ളത് ഇപ്പോൾ ഗോൾഫ് ക്ലബിന്റെ മതിലാണ്. ഗോൾഫ് ക്ലബ്ബാണ് അതിന്റെ തൊട്ട് അപ്പുറത്തുള്ളത്. ആ ഭാഗത്തു നിന്ന്, അതായത് തിരുവനന്തപുരത്ത് ഏറ്റവും വിലയേറിയ സ്ഥലങ്ങളിൽ ഒന്ന്. ഇവിടെ എത്ര ലക്ഷം രൂപയ്ക്കാണ് അജിത് കുമാർ ഇത് വാങ്ങിയത് എന്ന് സംബന്ധിച്ച് നമ്മൾ ഗോൾഫ് ക്ലബിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിന്റെ മതില് പിന്നിട്ടാൽ, ഗോൾഫ് ക്ലബിന്റെ മതില് പിന്നിട്ടാൽ നേരെ ഈ പറയുന്ന ഭൂമിയിലേക്ക്, ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തും. അതാണ് ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം. അത്രയധികം വിലയുള്ള സ്ഥലമാണ്. വളരെ വ്യക്തമാണ്. അതായത് ഈ വീടിന്റെ നിർമ്മാണത്തിന്റെ കൃത്യമായ വീടിന്റെ പ്ലാൻ തന്നെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ പ്ലാന്റെ എലിവേഷൻ നമ്മൾ കാണുന്നു. വീടിന്റെ പ്രധാന മുൻവശത്തെ ആ എലിവേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഈ രീതിയിൽ ഇവിടെ ഈ സ്വാഭാവികമായി വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലത്ത് കാണുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട 65 ലക്ഷം രൂപ വരെ ഇവിടെ ഒരു സെന്റിന് വിലയുണ്ട് എന്ന് നാട്ടുകാരിൽ ചിലർ നമ്മോട് പറയുന്നു. അത് എത്രത്തോളം യുക്തിഭദ്രമെന്ന് നമുക്ക് വ്യക്തമല്ല. പക്ഷേ 65 ലക്ഷം ആയാൽ പോലും തീർത്തും തള്ളിക്കളയാൻ കഴിയില്ല. 10 സെന്റ് ഭൂമിയാണ് ഇത് ഉള്ളത്. ഇതിന്റെ അകത്ത് 100 മീറ്റർ അപ്പുറത്തേക്ക് ചില റിയൽ എസ്റ്റേറ്റ് ടീമുകൾ, റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ ഭൂമി പ്ലോട്ടായി തിരിച്ചു വിൽക്കുന്ന സ്ഥലമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 25 ലക്ഷം സെന്റിന് ഉണ്ട് എന്ന് പറയുന്നത്. 65 ലക്ഷം രൂപ വരെ ഈ സ്ഥലത്ത് വിലയുണ്ട് എന്നും നാട്ടുകാർ തന്നെ വ്യക്തമാക്കുന്നു. ആ ഒരു സ്ഥലത്താണ് ഇങ്ങനെ നിർമ്മാണം നടക്കുന്നത്. സംസ്ഥാന പോലീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ ഒരാൾ അജിത് കുമാർ, തിരുവനന്തപുരം സ്വദേശിയാണ് അദ്ദേഹം ഇത്തരമൊരു സ്ഥലത്ത്, അതായത് 60 ലക്ഷമോ 20 ലക്ഷമോ ആയാൽ പോലും 10 സെന്റ് സ്ഥലം ഇവിടെ വാങ്ങാനുള്ള സാമ്പത്തിക അദ്ദേഹത്തിനുണ്ടോ? സ്വാഭാവികമായും അതൊക്കെ പരിശോധിക്കപ്പെടണം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് PV അൻവർ എന്ന ഭരണപക്ഷ MLA ഒരു ആരോപണത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ്. സ്വാഭാവികമായും അജിത് കുമാറിന്റെ സ്ഥലം, ഇത് വീട് വയ്ക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. മറ്റൊരു സ്ഥലം കൂടി അദ്ദേഹത്തിന് ഇതേ പ്രദേശത്തുണ്ടെന്നാണ് നാട്ടുകാർ തന്നെ വ്യക്തമാക്കുന്നത്. ഏതായാലും വളരെ ഗുരുതരമായ ആരോപണമാണ് അജിത് കുമാർ എന്ന സംസ്ഥാന പോലീസിലെ ഏറ്റവും കരുത്തനായ ഉദ്യോഗസ്ഥരാൾക്കെതിരെ PV അൻവർ എന്ന ഇടതുപക്ഷ MLA ഉന്നയിച്ചിരിക്കുന്നത്. ഈ സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ഥലം വളരെയധികം വിലയുള്ളതാണെന്ന് വ്യക്തമാണ്. വലിയ പ്ലാൻ, വീടിന്റെ പ്ലാനുമൊക്കെ ഇതിനകം തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വീടിന്റെ പ്രാരംഭ നിർമ്മാണ ഘട്ടമാണ്. പൈലിംഗ് ജോലിയും മറ്റും നടക്കുന്നു. ഭൂമിക്കടിയിലേക്ക് കൂടി നിലകളുള്ള ഒരു വീട് എന്ന് വേണം മനസ്സിലാക്കാൻ. 15,000 സ്ക്വയർ ഫീറ്റിനൊക്കെ ഇവിടെ സാധ്യതയുണ്ടോ എന്ന കാര്യത്തിലൊക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ ഇതാണ് സ്ഥലം. ഇതാണ് ആദ്യമായി ന്യൂസ് 18 പ്രേക്ഷകരിലൂടെ പുറത്തുവിടുന്നത്. ഈ സ്ഥലത്താണ് അജിത് കുമാറിന്റെ വീട് നിർമ്മാണം പുരോഗമിക്കുന്നത്. റൈറ്റ്. എന്നാലും
കവടിയാറിലെ ആ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. അത് കോവിഡ് കാലഘട്ടത്തിൽ ആരംഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോവിഡിന് ശേഷം അവിടെ തറക്കല്ലിട്ടു. ഇപ്പോൾ നിർമ്മാണം പുരോഗമിക്കുകയാണ്. വലിയൊരു ബംഗ്ലാവ്, വലിയൊരു കൊട്ടാരം തന്നെ അവിടെ പണിതുയർത്തുന്നു കൺകണ്ടായ സ്ഥലത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു